കേക്കിനൊക്കെ ഫ്രോസ്റ്റ് ചെയ്യാൻ വിപ്പിംഗ് ക്രീം മിക്സിയിൽ തന്നെ നമുക്ക് പെട്ടെന്ന് റെഡിയാക്കി എടുക്കാവുന്നതാണ്. ഇത് വളരെ പെട്ടെന്ന് ഉണ്ടാക്കാം. ബീറ്ററിൻ്റെ ആവശ്യമൊന്നുമില്ല. കുറച്ച് ടിപ്സ് മാത്രം ശ്രദ്ധിച്ചാൽ മതി. എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. മിക്സിയുടെ ഒരു ജാറ് സ്റ്റീലിൻ്റെതായിരിക്കണം. പ്ലാസ്റ്റിക് ഗ്ലാസിൻ്റെ ഒന്നും എടുക്കരുത്. ഇത് ഒരു 4 മണിക്കൂർ, കുറഞ്ഞതൊരു 4 മണിക്കൂറെങ്കിലും ഫ്രീസറിൽ വെച്ച് തണുപ്പിക്കണം. ഇത് ഞാനൊരു 5-6 മണിക്കൂർ ഫ്രീസറിൽ വെച്ച് തണുപ്പിച്ചതാണ്. ഇനി ഇതിൻ്റെ ഹാൻഡിൽ മാത്രമേ നമ്മൾ പുറത്തെടുത്താൽ പിടിക്കാവൂ. ഇതിൻ്റെ ബോഡി ഒന്നും ടച്ച് ചെയ്യരുത്. കാരണം കൈൻ്റെ ചൂടുകൊണ്ട് പെട്ടെന്ന് ഇതിൻ്റെ തണുപ്പ് പോവും. എനിക്കിവിടെ അവൈലബിൾ എലവേറയാണ്. ഞാൻ ഇതാണ് വാങ്ങാറുള്ളത്. നിങ്ങൾക്ക് ഫിയോണ, മാക്ടോപ്പൊക്കെ കിട്ടുന്നുണ്ടെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. ഇതിപ്പോൾ ഏകദേശം ഒരു 2 കപ്പോളം വിപ്പിംഗ് ക്രീം ഉണ്ട്. ഇതിൻ്റെ അടപ്പ് ഫ്രിഡ്ജിൽ വെക്കണമെന്നില്ല. ഇനി ഇത് അടച്ച് ഞാനൊരു 8 സെക്കൻഡ് മാത്രം ഒന്ന് കറക്കിയിട്ട് വരാം. ഇതിപ്പോൾ ഒരു 8 സെക്കൻഡ് ആയിട്ടുണ്ട്. ഇതൊട്ടും വിപ്പായിട്ടില്ല. ജസ്റ്റ് ഒന്ന് കറങ്ങിയിട്ട് 8 സെക്കൻഡ് മാത്രമേ കറങ്ങിയിട്ടുള്ളൂ. ഇനി ഇതിലേക്ക് നമുക്ക് ഐസിങ് ഷുഗറും വനില എസൻസും ചേർത്ത് കൊടുക്കാനുണ്ട്. 2 കപ്പ് ക്രീമിന് ഞാനിവിടെ ഒരു 5 ടേബിൾ സ്പൂൺ ഐസിങ് ഷുഗർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ 1 ടീസ്പൂൺ വനില എസൻസും. ഇനി ഇതൊരു 1 മിനിറ്റ് ഒന്ന് നല്ല ഹൈ സ്പീഡിൽ തന്നെ ഒന്ന് അടിച്ചിട്ട് വരാം. 1 മിനിറ്റ് നല്ല ഹൈ സ്പീഡിൽ അടിച്ചിട്ട് ഈ ഒരു പരുവത്തിൽ കിട്ടിയിട്ടുണ്ട്. ഹാൻഡിൽ മാത്രമേ പിടിക്കാവൂ. അതുപോലെ കുറേ സമയം അടിച്ച് മെഷീൻ ചൂടാകുന്നവരെ അടിച്ചുകൊണ്ടിരുന്നാൽ വിപ്പിംഗ് ക്രീം വിപ്പിഡായി കിട്ടില്ല. ഇതിപ്പോൾ ഈ ഒരു പരുവത്തിലാണ് ഉള്ളത്. കുറച്ചുകൂടി ഒന്ന് ബീറ്റ് ചെയ്യാനുണ്ട്. ഒരു 10 സെക്കൻഡ് അത്രേ വേണ്ടൂ. മിക്സിയുടെ സൗണ്ട് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. ഫസ്റ്റ് നല്ല സ്മൂത്തായിട്ടോ പിന്നെ ബീറ്റ് ചെയ്യുന്നതിൻ്റെ ആ സൗണ്ട് മാറും. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇത്. ഇതിനി ഒരു 3-4 സെക്കൻഡ് കൂടി ഒന്ന് ഹൈ സ്പീഡിലൊന്ന് അടിച്ചെടുത്തിട്ട് വരാം. ഒരുപാട് സമയം അടിച്ചു കഴിഞ്ഞാൽ ഇത് ബട്ടറായി പോവും. അതുകൊണ്ട് വളരെയധികം ശ്രദ്ധിച്ച് ഒരു 3-4 സെക്കൻഡ് അത്ര മതിയാവും. ഒന്ന് അടിച്ചിട്ട് വരാം. ഇതിനി ഓപ്പൺ ചെയ്ത് നോക്കാം. കണ്ടില്ലേ, നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇതുപോലെയാണ് വേണ്ടത്. ഇതിനി നമുക്ക് കേക്ക് ഡെക്കറേറ്റ് ചെയ്യാനും ഫ്രോസ്റ്റ് ചെയ്യാനും ഒക്കെ എടുക്കാവുന്നതാണ്. കേക്ക് ബേക്കാകുന്നവരെ ഇത് നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം. ഇതിൻ്റെ കൂടെ നമുക്ക് ഇഷ്ടമുള്ള കളർ ചേർത്ത് ഇഷ്ടമുള്ള ഫ്ലവേഴ്സൊക്കെ ഉണ്ടാക്കി അടിപൊളിയായിട്ട് ഡെക്കറേറ്റ് ചെയ്യാം. ഇതിൽ നിന്ന് കുറച്ചെടുത്ത് ഞാനൊന്ന് ഫ്ലവർ ചെയ്യുന്നത് കാണിച്ചു തരാം. വളരെ ഈസിയാണ്. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. കണ്ടില്ല, നല്ല സ്റ്റിഫായിട്ട് തന്നെ നിൽക്കുന്നുണ്ട്. പിന്നെ എപ്പോഴും പറയും പോലെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ആ ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്യണേ. Thanks for